Today, we are going to study applet programming. Generally, Java applications are divided into two types, standalone applications and distributed applications. We have studied that standalone applications are applications that are saved or stored on a computer and run under the operating system of that computer. But distributed applications are applications which are stored on a remote server and are distributed through network. നമ്മൾ രണ്ട് ടൈപ്പ് ജാവ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. സ്റ്റാൻഡ് ലോൺ ആപ്ലിക്കേഷൻസ്, അതായത് സാധാരണ ആപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലും സ്റ്റാൻഡ് ലോൺ ആണ്. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ആ കമ്പ്യൂട്ടറിൻ്റെ OSൻ്റെ അകത്ത് അത് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ടൈപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഏതെങ്കിലും സെർവറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, ആ സെർവറിൽ കണക്ട് ചെയ്തേക്കുന്ന ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്ക് ആ ആപ്ലിക്കേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് ആപ്ലിക്കേഷന് നമ്മൾ റൺ ചെയ്യുന്നു. ടുഡേ we are going to study applet, and this applet is a distributed application. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന applet എന്ന് പറയുന്നതും ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ ആണ്. This applet is used to display videos, animations, audio, etc. on a web page. ഈ applet നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വെബ് പേജിൻ്റെ അകത്ത്, നമ്മുടെ വെബ് പേജ് എന്ന് പറഞ്ഞാൽ HTML പേജസ്, അതിൻ്റെ അകത്ത് വീഡിയോസ് ഡിസ്പ്ലേ ചെയ്യാൻ, ആനിമേഷൻസ് കാണിക്കാനായിട്ട്, അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാണിക്കാനായിട്ട്, ഓഡിയോ, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലെറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അപ്ലെറ്റ് ഈസ് എ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആപ്ലിക്കേഷൻ, ഒരു GUI ആപ്ലിക്കേഷനാണ്. നമ്മൾ സാധാരണ കോർ ജാവ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷനാണ്, IO കൺസോൾ ബേസ്ഡ് ആണ്. ഇൻപുട്ട് കൊടുക്കുന്നു, ലാസ്റ്റ് നമ്മൾ കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു ഡോസ് പ്രോംപ്റ്റിൽ. ഇതങ്ങനെയല്ല. അപ്ലെറ്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ അപ്ലെറ്റ് റൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രാഫിക്കൽ വിൻഡോ കിട്ടും, അതുവഴിയായിരിക്കും നമ്മൾ ഒരു യൂസർ അതിനെ ഇൻട്രാക്ട് ചെയ്യുന്നത്. So applet is a type of distributed application. These applications are usually stored along with web pages. Otherwise, applets are stored on web servers. വെബ് പേജിൻ്റെ കൂടെയാണ് അപ്ലെറ്റുകൾ ചെയ്തു വെക്കുന്നത്. വെബ് പേജിൻ്റെ അകത്താണ് നമുക്ക് ആനിമേഷൻസും സൗണ്ടും ഒക്കെ വേണ്ടത്. അതുകൊണ്ട് തന്നെ വെബ് പേജസ് സ്റ്റോർ ചെയ്യുന്നത് വെബ് സെർവറിലായതുകൊണ്ട് നമ്മൾ പറയും ദീസ് അപ്ലെറ്റ്സ് ആർ ഓൾസോ സ്റ്റോർഡ് ഓൺ എ റിമോട്ട് വെബ് സെർവർ. ആൻഡ് ദാറ്റ് അപ്ലെറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് വിത്ത് HTML പേജസ് ത്രൂ നെറ്റ്വർക്ക് ഓർ ഇൻ്റർനെറ്റ് വഴി ഈ വെബ് പേജസിൻ്റെ കൂടെ തന്നെ ഈ അപ്ലെറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ദീസ് അപ്ലെറ്റ്സ് ആർ റൺ ബൈ ലോക്കൽ ബ്രൗസേഴ്സ്. അപ്ലെറ്റുകൾ റൺ ചെയ്യുന്നത് ഇവിടെ ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം ബ്രൗസർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഓൺലി വൺ ഫങ്ഷൻ. എ ബ്രൗസർ ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ഓൺലി HTML ടാഗ്സ്. ഈ ബ്രൗസറിൻ്റെ ആകെ ഉപയോഗം എന്ന് പറയുന്നത് HTML ടാഗിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലുള്ള അവിടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെയുള്ള HTML ടാഗുകളാണ് നമ്മുടെ നെറ്റ്വർക്ക് വഴി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുന്നത്. ആ ടാഗുകളെ എക്സിക്യൂട്ട് ചെയ്ത് ആ ബോഡി ടാഗിൻ്റെ അകത്തുള്ള കണ്ടൻസ് നമ്മളെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു. അതാണ് ബ്രൗസേഴ്സ് ചെയ്യുന്നത്. ബ്രൗസറിനാകെ ഒറ്റ ഫങ്ഷനേ ഉള്ളൂ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് HTML ടാഗ്സ്. വേറെ ഒരു ഫങ്ഷനും ബ്രൗസറിനില്ല. അതുകൊണ്ട് തന്നെ in order to execute applet, we also use a tag, HTML tag, applet tag.
അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്ലെറ്റ് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അപ്ലെറ്റ് ടാഗാണ്. ബിക്കോസ് അപ്ലെറ്റ്സ് ആർ റൺ ബൈ ബ്രൗസേഴ്സ് ആണ് റൺ ചെയ്യുന്ന അപ്ലെറ്റ്. ബ്രൗസേഴ്സിന് റൺ ചെയ്യുന്നത് ടാഗ് HTML ടാഗ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്ലെറ്റ് റൺ ചെയ്യാൻ വേണ്ടി ദർ ഈസ് ആൻ അപ്ലെറ്റ് ടാഗ് ഇൻ HTML. ആ അപ്ലെറ്റ് ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അപ്ലെറ്റിനെ നമ്മൾ എംബഡ് ചെയ്ത് വെക്കുന്നതും അത് റൺ ചെയ്യുന്നതും അതിലേക്ക് നമ്മൾ കാണും. ജനറലി അപ്ലെറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്. 2 ടൈപ്പ് അപ്ലെറ്റ്സുകളുണ്ട്. ലോക്കൽ അപ്ലെറ്റ്സ് ആൻഡ് റിമോട്ട് അപ്ലെറ്റ്സ്. Local applets are applets which are stored on a local computer system and run using a browser or an applet viewer in that local computer. ഒരു ലോക്കൽ കമ്പ്യൂട്ടർ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മളൊരു അപ്ലെറ്റ് ചെയ്ത് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ ബ്രൗസർ ഉപയോഗിച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇല്ലെങ്കിൽ JDKയ്ക്കകത്ത് വേറെ ടൂളുണ്ട്, അപ്ലെറ്റ് വീവർ. അപ്ലെറ്റ് മാത്രം വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് അപ്ലെറ്റ് വീവർ. അത് ഉപയോഗിച്ച് നമ്മൾ റൺ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്നത് ലോക്കൽ അപ്ലെറ്റാണ്. നമ്മൾ ലോക്കലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ തന്നെ ബ്രൗസറിൽ റൺ ചെയ്യുന്നു, ഇല്ലെങ്കിൽ അപ്ലെറ്റ് വീവർ ഉപയോഗിച്ച് റൺ ചെയ്യുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് അപ്ലെറ്റ്സ് ആർ കോൾഡ് ലോക്കൽ അപ്ലെറ്റ്സ്. ബട്ട് റിമോട്ട് അപ്ലെറ്റ്സ് ആർ അപ്ലെറ്റ്സ് which are stored on a remote web server. റിമോട്ട് ആയിട്ടുള്ള വെബ് സെർവറിൽ വെബ് പേജസിൻ്റെ കൂടെ സ്റ്റോർ ചെയ്തേക്കുന്ന അപ്ലെറ്റിനെ വിളിക്കുന്ന പേരാണ് റിമോട്ട് അപ്ലെറ്റ്സ്. അത് ആ വെബ് സെർവറിലേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോൾ ആ ഇൻ്റർനെറ്റ് വഴി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് HTML പേജിൻ്റെ കൂടെ തന്നെ ഈ അപ്ലെറ്റും കൂടെ വരുന്നു. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ബ്രൗസറിൽ റൺ ചെയ്യുന്നു. സോ റിമോട്ട് അപ്ലെറ്റ്സ് ആർ അപ്ലെറ്റ്സ് ദാറ്റ് ആർ സ്റ്റോർഡ് ഓൺ എ റിമോട്ട് കമ്പ്യൂട്ടർ. When our computer is connected to the internet, these applets are automatically downloaded in your computer and executed by local browsers. നമ്മളിനി അടുത്ത ഒരു അപ്ലെറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ കാണാൻ പോവുകയാണ്. We can create an applet by extending a pre-defined class called applet. applet എന്ന് പറയുന്ന ഒരു pre-defined ക്ലാസിൻ്റെ സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളും ഒരു അപ്ലെറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. So we can create an applet program by extending applet class. This applet class is contained in java.applet package. പാക്കേജിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ജാവയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഓരോ കണ്ടെയ്നറിൻ്റെ അകത്ത് പാക്കേജസിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. അപ്ലെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും java.applet പാക്കേജിലാണ് ഉള്ളത്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് applet class we have to import java.applet package. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇമ്പോർട്ട് java.applet.star അപ്ലെറ്റ് പാക്കേജിലെ ക്ലാസ്സുകളെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നു. അതിൻ്റെ ഉപയോഗം എന്താണ്? ഒരു ഉപയോഗം ഇൻ ഓർഡർ ടു ഗെറ്റ് അപ്ലെറ്റ് ക്ലാസ്. അപ്പോൾ നമ്മൾ അപ്ലെറ്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു അപ്ലെറ്റ് പ്രോഗ്രാം എഴുതുന്നത്. ഓൾ അപ്ലെറ്റ് ക്ലാസ് ആർ ഡിക്ലെയർഡ് ആസ് പബ്ലിക്. എല്ലാ അപ്ലെറ്റ് ക്ലാസ്സുകളും പബ്ലിക് ആയിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്തേക്കുന്നത്. കാരണം നമുക്കറിയാം ദിസ് അപ്ലെറ്റ്സ് ആർ എക്സിക്യൂട്ടഡ് ഓൺ എ ലോക്കൽ ബ്രൗസേഴ്സ് യൂസിങ് അപ്ലെറ്റ് ടാഗ്. അപ്ലെറ്റ് ടാഗ് മുഖേന ഇത് ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ലോക്കൽ ബ്രൗസറുകളിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഓൾ അപ്ലെറ്റ്സ് ക്ലാസ്സസ് വിൽ ബി ഡിക്ലെയർഡ് ആസ് പബ്ലിക്. എല്ലാ അപ്ലെറ്റ് ക്ലാസ്സുകളും പബ്ലിക് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പബ്ലിക് ക്ലാസ്. ഇവിടെ നമ്മൾ സിമ്പിൾ അപ്ലെറ്റ്, എക്സ്റ്റെൻസ് അപ്ലെറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു അപ്ലെറ്റ് പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്. അപ്ലെറ്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യണം, നമ്മൾ ക്ലാസ് നെയിം കൊടുക്കണം, ക്ലാസ് നെയിം, but that class should be declared as public class simple applet extends applet. ഇനി in applet, in order to get display or output,
we use a method called paint. I have already told that all applets are graphical user interface applications. Graphical user interface applications ആണ് applet. അപ്പോൾ അതിൻ്റെ ഇൻട്രാക്ഷൻ നടക്കുന്നത് ഗ്രാഫിക്കൽ വിൻഡോയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്ലെറ്റിന് മെയിൻ മെത്തേഡ് ഇല്ല. അപ്ലെറ്റ് ലാക്സ് മെയിൻ മെത്തേഡ് ഓർ അപ്ലെറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡിൻ്റെ ആവശ്യം നമുക്കറിയാം. മെയിൻ മെത്തേഡ് ഇസ് യൂസ് ടു എക്സിക്യൂട്ട് ആപ്ലിക്കേഷൻസ് ബൈ ജാവ ഇൻ്റർപ്രട്ടർ. ജാവ ഇൻ്റർപ്രട്ടറിന് ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ബട്ട് അപ്ലെറ്റ്സ് ആർ റൺ ബൈ ലോക്കൽ ബ്രൗസേഴ്സ്, സോ ദർ ഇസ് നോ മെയിൻ മെത്തേഡ് ഇൻ അപ്ലെറ്റ്സ്. അപ്ലെറ്റിൻ്റെ അകത്ത് മെയിൻ മെത്തേഡ് ഇല്ല. കാരണം അപ്ലെറ്റ് റൺ ചെയ്യുന്നത് ജാവ ഇൻ്റർപ്രട്ടർ അല്ല, JVM അല്ല, അത് ലോക്കൽ ബ്രൗസേഴ്സ് ആണ്. സോ ഇൻ അപ്ലെറ്റ്, ഇൻ ഓർഡർ ടു ഗെറ്റ് ഔട്ട്പുട്ട് or in order to get display, we use a method called paint. ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പെയിൻറ് മെത്തേഡാണ്. പെയിൻറ്. ദിസ് പെയിൻറ് മെത്തേഡ് ഈസ് എ മെത്തേഡ് ഓഫ് AWT പാക്കേജ്, അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റ്. അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ അകത്താണ് കുറേ ഗ്രാഫിക്കൽ യൂസറായിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട്. ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ്, ടെക്സ്റ്റ് ബോക്സ് നമ്മൾ കാണും. അപ്പം ഇതുപോലെയുള്ള AWT അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റ് എന്ന് പറയുന്ന ഈ ടൂൾസും ബാക്കി ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് പെയിൻറ് മെത്തേഡ്. ഗ്രാഫിക്കൽ വിൻഡോയാണ്, അങ്ങോട്ടത് ഡിസ്പ്ലേ പെയിൻറ് ചെയ്യപ്പെടുവാണ് പെയിൻറ് മെത്തേഡ്. സോ ദിസ് പെയിൻറ് മെത്തേഡ് ഇസ് എ മെത്തേഡ് ഓഫ് AWT package. So we have to import another package called java.awt. അപ്പോൾ നമ്മളൊരു അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ we should import 2 packages. നിർബന്ധമായിട്ട് 2 പാക്കേജസ് ഇമ്പോർട്ട് ചെയ്തെങ്കിൽ നമുക്കൊരു അപ്ഡേറ്റ് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് java.applet പാക്കേജും java.awt പാക്കേജുമാണ്. കാര്യം അപ്ഡേറ്റ് ക്ലാസ് കിട്ടണമെങ്കിൽ അപ്ഡേറ്റ് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. AWTക്കകത്ത് പെയിൻറ് മെത്തേഡ് ഉപയോഗിച്ചാണ് അപ്ഡേറ്റ് ഡിസ്പ്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മെത്തേഡ് കിട്ടണമെങ്കിൽ ആ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ദിസ് പെയിൻറ് മെത്തേഡ് ഹാസ് എ സിംഗിൾ പാരാമീറ്റർ ഓഫ് ക്ലാസ് ടൈപ്പ് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ക്ലാസ് ടൈപ്പിലുള്ള ഒരു പാരാമീറ്റർ ഉണ്ട് ഈ പെയിൻറ് മെത്തേഡിന്. ദിസ് പാരാമീറ്റർ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് എ ഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റ് ഫോർ പെയിൻറ്റിങ്. പെയിൻറ് ചെയ്യണമെങ്കിൽ ഒരു പ്രതലം വേണം, ഒരു എൻവയോൺമെൻറ്റ് വേണം. അപ്പോൾ ഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ആ ഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റിൽ പെയിൻറ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആയിട്ടൊരു എൻവയോൺമെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഓബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്ററാണ് ഗ്രാഫിക്സ് ക്ലാസ് ടൈപ്പിലുള്ള G. So this painting will be taking place on a environment provided by this graphics class. Paint മെത്തേഡിന് ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ, അത് ഗ്രാഫിക്സ് ക്ലാസ് ടൈപ്പിലുള്ള ഒരു പാരാമീറ്ററാണ്. And the function of that parameter is used to provide graphical environment for painting. And this class is also, graphics class is also contained in AWT package. Graphics എന്ന് പറഞ്ഞ ക്ലാസ്സും AWT പാക്കേജിലാണ് ഉള്ളത്. Then here we are going to see a method called drawString. This drawString, this method is a method of graphics class. നമ്മൾ കാണുന്ന ഇനി കുറേ ഗ്രാഫിക്കൽ മെത്തേഡ്സ്, അതെല്ലാം ഗ്രാഫിക്സ് ക്ലാസിൻ്റെ മെത്തേഡ്സ് ആണ്. അപ്പം ഗ്രാഫിക്സ് എന്ന് പറയുന്ന ആ എൻവയോൺമെൻറ്റിലേക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്യുക, വരയ്ക്കുക, ഇതൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റിലേക്ക് നമുക്ക് ഡിസ്പ്ലേ കിട്ടാൻ വേണ്ടി നമ്മൾ G എന്ന് പറയുന്ന ഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ പറയും G.drawString. സ്ട്രിങ് ഡ്രോ ചെയ്യുവാണ്, ലൈൻ ഡ്രോ ചെയ്യുകയാണ്, റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുകയാണ്, എന്തെല്ലാം പടങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതെല്ലാം ഡ്രോ ചെയ്യുവാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ടർ പ്രിൻ്റർ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റിലേക്ക് നമ്മളത് ഡ്രോ ചെയ്യുവാണ്.
ഇവിടെ ജി ഡോട്ട് ഡ്രോ സ്ട്രിങ്. ഡ്രോ സ്ട്രിങ്ങിൻ്റെ അകത്ത് 3 വാല്യൂസ് നമ്മൾ കൊടുക്കും. ഫസ്റ്റ് വാല്യൂ ഇസ് എ സ്ട്രിങ് കോൺസ്റ്റന്റ് ടു ബി drawn or to be displayed. വരയ്ക്കേണ്ട സ്ട്രിങ്ങിനെ നമ്മൾ ആദ്യമേ കൊടുക്കുന്നു. അടുത്ത 2 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് ആണ്. ഈ സ്ട്രിങ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം? ഗ്രാഫിക്കൽ വിൻഡോയുടെ ടോപ്പ് മോസ്റ്റ് ലെഫ്റ്റിൽ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നതാണ് 00 കോർഡിനേറ്റ്സ്. XY കോർഡിനേറ്റ്സ് ആണ്. ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സ് കോർഡിനേറ്റ്. രണ്ടാമത്തത് Y കോർഡിനേറ്റിൻ്റെ വാല്യൂ ആണ്. അപ്പം 2020 എന്ന് പറഞ്ഞാൽ 20 പിക്സൽ എക്സ് കോർഡിനേറ്റിൽ 20 പിക്സൽ മാറി വലത്തേക്ക് മാറി, മുകളിൽ നിന്നും Y കോർഡിനേറ്റ് വിൻഡോയുടെ മുകളിൽ നിന്നും 20 പിക്സൽസ് മാറി ആണ് ഈ സ്ട്രിങ് ഡ്രോ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സിൽ നിന്ന് 20 പിക്സലും വൈയിൽ നിന്ന് 20 പിക്സലും മാറിയുള്ള ആ ഒരു പോയിന്റിലാണ്. അതാണ് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ് 2020. അവിടെയാണ് ഡ്രോ ചെയ്യപ്പെടുന്നത്. ഇപ്പം ഡ്രോ സ്ട്രിങ്ങിൽ നമ്മൾ 3 വാല്യൂസ് നമ്മൾ കൊടുക്കുന്നു. ഫസ്റ്റ് ദ സ്ട്രിങ് ടു ബി ഡിസ്പ്ലേഡ്, 2 സ്റ്റാർട്ടിംഗ് എക്സ് കോർഡിനേറ്റ് വാല്യൂ, സ്റ്റാർട്ടിംഗ് വൈ കോർഡിനേറ്റ് വാല്യൂസ്. ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഗ്രാഫിക്കൽ മെത്തേഡുകളുണ്ട്. വേറെ ഗ്രാഫിക്കൽ മെത്തേഡാണ് ഡ്രോ ലൈൻ. നമുക്കറിയാം, ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് 2 പോയിന്റ് വേണം. ഗ്രാഫിക്കൽ വിൻഡോയിൽ 2 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 2 പോയിന്റിൽ ആണ് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റും എൻ കോർഡിനേറ്റ്സും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് ആണ്. എക്സും വൈയും ഉണ്ട്, അപ്പോൾ 2 വാല്യൂ ഉണ്ട്. എൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അവിടെയും 2 വാല്യൂ ഉണ്ട്, എക്സും വൈ കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡ്രോ ലൈൻ്റെ അകത്ത് 4 വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് 2 സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ്. ഇപ്പം ഇവിടെ 10, 10, 50, 50. എക്സിൽ നിന്നും 10 വൈയിൽ നിന്നും 10 മാറി സ്റ്റാർട്ട് ചെയ്യുന്നു. ലൈൻ എൻഡ് ചെയ്യുന്നത് എക്സിൽ നിന്ന് 50 വൈയിൽ നിന്നും 50 മാറി ഉള്ള പോയിന്റിൽ, ആ പോയിന്റിലാണത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലൈൻ ഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് 4 വാല്യൂസ് കൊടുക്കണം. ഫസ്റ്റ് 2 സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് ആണ് XY, ലാസ്റ്റ് 2 എൻ കോർഡിനേറ്റ്സ് ആണ്. അതുപോലെ നമുക്ക് ഉള്ള വേറൊരു മെത്തേഡാണ് ഡ്രോ റെക്റ്റ്. റെക്റ്റാങ്കിൾ വരയ്ക്കാനുള്ള മെത്തേഡാണ് ഡ്രോ റെക്റ്റ്. റെക്റ്റാങ്കിൾ വരയ്ക്കപ്പെടുന്നത് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ്, എന്ത് വരയ്ക്കുമ്പോഴും ആദ്യമേ നമുക്ക് വേണ്ടത് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് വേണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് എന്തും വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ മെത്തേഡ്സിൻ്റെയും ആദ്യത്തെ 2 വാല്യൂ സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് ആണ്. എവിടെ തുടങ്ങണം? റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയിടത്ത് തന്നെയാണ് എൻഡ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ഹാസ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അതുകൊണ്ട് തന്നെ 4 വാല്യൂസിൽ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് ആണ്, പിന്നെ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ആണ്. വിഡ്ത്ത് ഓഫ് 40 പിക്സൽസ്, അതിന് ഹൈറ്റ് ഓഫ് 30 പിക്സൽസ്. ഇപ്പം 4 വാല്യൂസേ ഉള്ളൂ. ഡ്രോ ലൈന് 4 വാല്യൂസാണ്, സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് 2 എൻ കോർഡിനേറ്റ്സ് 2. ഡ്രോ റെക്റ്റിന് 4 വാല്യൂസാണ്, ആദ്യത്തെ 2 എപ്പോഴും എല്ലാത്തിനും സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് ആണ്. റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിഡ്ത്തും ഹൈറ്റും ഉള്ളതുകൊണ്ട് പിന്നത്തെ 2 വാല്യൂസ് വിഡ്ത്തും ഹൈറ്റുമാണ് ഇൻ പിക്സൽസ്. മൂന്നാമത്തെ മെത്തേഡാണ് ഫിൽ റെക്റ്റ്. വെറുതെ ഡ്രോ റെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ അതൊരു ബോർഡറായിട്ട് റെക്റ്റാങ്കിൾ മാത്രം വരയ്ക്കപ്പെടത്തുള്ളൂ. ഫിൽ റെക്റ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കളർ അനുസരിച്ച് അത് കളർ ഫില്ല് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കിൾ ആയിരിക്കും വരിക. അതിനുള്ള മെത്തേഡാണ് G.fill rect. അപ്പോൾ ഇവിടെ 60-10 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സും 30-80 എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റുമാണ്. അതുപോലെ തന്നെ റൗണ്ട് റെക്റ്റ്, അതുപോലെ തന്നെ ഫിൽ റൗണ്ട് റെക്റ്റും ഉണ്ട്. റെക്റ്റാങ്കിൾ തന്നെ, പക്ഷേ അതിൻ്റെ എഡ്ജസ് റൗണ്ട് ചെയ്തിരിക്കും. 4 വാല്യൂസ് എവിടെയും കൊടുക്കുന്നത്, 6 വാല്യൂസ് നമ്മളിവിടെ കൊടുക്കുന്നു. ഇവിടെ ആദ്യത്തെ 2 എപ്പോഴും സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് ആണ്. രണ്ടാമത്തെ എപ്പോഴും മിക്ക കൂടുതലും വിഡ്ത്തും ഹൈറ്റുമാണ്, റെക്റ്റാങ്കിൾ വിഡ്ത്തും ഹൈറ്റുമാണ്. ഇവിടെ
ലാസ്റ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് XY കോർഡിനേറ്റ്സിൻ്റെ ആംഗിളിൻ്റെ സൈസാണ്. റൗണ്ടഡ് എഡ്ജസ് ആണ് ഉപയോഗിക്കുമ്പോഴാണ്, അതായത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ എഡ്ജസ് റൗണ്ടഡ് ആയിരിക്കും. ആ റൗണ്ടഡ് ആയിട്ടുള്ള എഡ്ജസിൻ്റെ വിഡ്ത്തും ഹൈറ്റും എന്തുമാത്രം ആംഗിളാണ് റൗണ്ട് ചെയ്യേണ്ടത്, അതിൻ്റെ വിഡ്ത്ത്, ആ റൗണ്ടിൻ്റെ വിഡ്ത്തും ഹൈറ്റുമാണ് ഇവിടെ ലാസ്റ്റ് രണ്ടെണ്ണം വരുന്നത്. അപ്പം അതുകൊണ്ട് റൗണ്ട് റെക്റ്റിൽ, ഫിൽ റൗണ്ട് റെക്റ്റിലും 6 വാല്യൂസ് കാണും. ആദ്യത്തെ രണ്ടെണ്ണം സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് ആണ്, അടുത്തത് വിഡ്ത്തും ഹൈറ്റുമാണ്. ലാസ്റ്റത്തെ രണ്ടെണ്ണം അതിൻ്റെ എക്സും വൈയുടെയും അതിൻ്റെ റൗണ്ട് ചെയ്യപ്പെടുന്ന അതിൻ്റെ സൈസാണ്, അതിൻ്റെ ആംഗിളിൻ്റെ സൈസാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മെത്തേഡുകൾ ഉപയോഗിച്ചൊരു ആപ്ലിക്കേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ രണ്ട് പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് java.awt.star, ഇമ്പോർട്ട് java.applet.star, പബ്ലിക് ക്ലാസ് ലൈൻ റെക്റ്റ് എക്സ്റ്റൻസ് അപ്ലെറ്റ്. ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നത് പെയിൻ മെത്തേഡിലാണ്. അതുകൊണ്ട് പെയിൻ മെത്തേഡിൻ്റെ അകത്താണ് നമ്മളിത് ഗ്രാഫിക്സ് ക്ലാസിൻ്റെ എൻവയോൺമെൻറ്റിൽ നമ്മൾ ഡ്രോ ചെയ്യുന്നത്. g.draw line, draw rect, fill rect, draw round rect, fill round rect. ഇനി സർക്കിളും ഓവലും വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഡ്രോ ഓവൽ അല്ലെങ്കിൽ ഫിൽ ഓവൽ. കളർ ഫില്ല് ചെയ്യണമെങ്കിൽ ഫിൽ ഓവൽ, വെറുതെ വരച്ചാൽ മതിയെങ്കിൽ ഇതാകുമ്പോൾ ഡ്രോ ഓവൽ, ഇതാകുമ്പോൾ ഫിൽ ഓവൽ. വെൻ വി ഗീവ് width and height of an oval same values, then we get a circle. ഓവലിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെയിം വാല്യൂസ് ആണെങ്കിൽ ആ ഓവലിനെ വിളിക്കുന്ന പേരാണ് സർക്കിൾ. അതുകൊണ്ട് സർക്കിൾ ഡ്രോ ചെയ്യാൻ വേണ്ടി ഡ്രോ സർക്കിൾ ഇല്ല, മെത്തേഡ് ഡ്രോ ഓവൽ തന്നെയേ ഉള്ളൂ. പക്ഷേ അവിടെ സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് കഴിഞ്ഞുള്ള 2 വാല്യൂസ് നമ്മൾ കൊടുക്കേണ്ട വിഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ, അത് ഇവിടെ ഇപ്പം സെയിം ആണെങ്കിൽ ഡ്രോ ഓവൽ ഇവിടെ 200 120 അപ്പം ഇത് സർക്കിളല്ല. 200 200 ആണെങ്കിൽ അതൊരു സർക്കിളാണ്. അപ്പം സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സും വിഡ്ത്തും ഹൈറ്റും സെയിം ആകുമ്പോൾ ഇപ്പം ഇത് സർക്കിളായി. നമുക്ക് ഇഷ്ടമുള്ള കളർ എപ്പോൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡാണ് സെറ്റ് കളർ. g.set കളർ, ഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സെറ്റ് കളർ കൊടുക്കാം. g.set കളർ. കളർ ക്ലാസ് ഉണ്ട്. കളർ ക്ലാസിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സേഴ്സ് ഉണ്ട്. അപ്പം കളർ എല്ലാം സ്റ്റാറ്റിക് വാല്യൂസ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും ക്ലാസ് നെയിം ഡോട്ട് കളർ വിളിക്കണം. ഇവിടെ സെറ്റ് കളറിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് കളർ ഡോട്ട് ഗ്രീൻ. അപ്പോൾ അത് ജിയുടെ കളർ ഇനി ഗ്രീൻ ആയിരിക്കും. ഇനി നമ്മൾ വരയ്ക്കുന്ന എല്ലാം ഗ്രീനിലായിരിക്കും അവിടെ ചെയ്യുക. ഫിൽ കളർ കൊടുത്താൽ, ഫിൽ റെക്റ്റ് കൊടുത്താൽ മുഴുവനും കളറിൽ ഗ്രീൻ കളറിലായിരിക്കും ഫിൽ ചെയ്യപ്പെടുക. അപ്പോൾ നമുക്ക് കളറുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റ് കളർ മെത്തേഡ് ഉപയോഗിക്കാം. g.set കളർ. അതിൻ്റെ അകത്ത് നമ്മുടെ കളർ ക്ലാസ്സിൽ നിന്ന് ഇഷ്ടമുള്ള കളർ നമുക്ക് കളർ ഡോട്ട് ഗ്രീൻ, കളർ ഡോട്ട് റെഡ്, ഇതുപോലെ ഇഷ്ടംപോലെ കളേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഡ്രോ ആർക്ക്. പല പടങ്ങളും വരയ്ക്കണമെങ്കിൽ ആർക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അൻ ഓവൽ. ഓവലിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ ആർക്ക് എന്ന് പറയുന്നത് എങ്ങോട്ടും എവിടെ നിന്ന് വേണേലും നമുക്ക് വരയ്ക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, വി ക്യാൻ ഡിവൈഡ് എ ഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റ് ഇൻറ്റു 4 പാർട്സ്, 4 ക്വാഡ്രൻസ്. 3 o'clock പൊസിഷൻ എന്ന് പറഞ്ഞ 0 ചെയ്താൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ പറയുമ്പോൾ 90 ഡിഗ്രി, 0 to 90 ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, 90 to 180 സെക്കൻഡ് ക്വാഡ്രൻറ്റ്, 180 to 270 തേർഡ് ക്വാഡ്രൻറ്റ്, 270 to അടുത്ത 360 അടിയിലേക്ക് വരുമ്പോഴത്തേന് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മളത് ക്വാഡ്രൻസ് നമ്മൾ തിരിക്കുന്നത്. സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. 3 o'clock പൊസിഷനാണ് 0 ഡിഗ്രി,
മുകളിലെ കറക്റ്റ് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴത്തേന് 90 ഡിഗ്രി, 12 o'clock പൊസിഷൻ വരുമ്പോൾ 90 ഡിഗ്രി. പിന്നെ നമ്മുടെ 9 പൊസിഷന് വരുമ്പോഴത്തേന് 180, പിന്നെ അടിയിലേക്ക് വരുമ്പോഴത്തേന് 6 ക്ലോക്കിൻ്റെ 6 എന്ന പൊസിഷന് വരുമ്പോഴത്തേന് അത് 270, വീണ്ടും തിരിച്ച് 3 o'clock വരുമ്പോഴത്തേനും വീണ്ടും അത് 360. അങ്ങനെയാണ് സർക്കിളിൻ്റെ ആംഗിൾസ് അല്ലെങ്കിൽ ക്വാഡ്രൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആർക്ക് ഡ്രോ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് ആണ്. രണ്ടാമത്തത് വിഡ്ത്തും ഹൈറ്റും ആണ്. വിഡ്ത്തും ഹൈറ്റും ആർക്കിനും ഉണ്ട്, വിഡ്ത്തും ഹൈറ്റും. വിഡ്ത്ത് നീളം കൂട്ടി അല്ലെങ്കിൽ പൊക്കം കൂട്ടി ചെയ്യുമ്പോൾ ഹൈറ്റ് കൂടും, പൊക്കം കുറച്ച് നീളം കൂട്ടി ആർക്ക് വരയ്ക്കുമ്പോഴത്തേനും വിഡ്ത്ത് കൂടും. അപ്പം എല്ലാ ആർക്കിനും വിഡ്ത്തും ഹൈറ്റും ഉണ്ട്. സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് 2 വിഡ്ത്തും ഹൈറ്റും. പിന്നെയുള്ള 2 സ്റ്റാർട്ട് ആംഗിൾ ആൻഡ് സ്വീപ്പ് ആംഗിൾ. സ്റ്റാർട്ട് ആംഗിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മനസ്സിൽ ഒരു ക്വാഡ്രൻസിൻ്റെ ഓർമ്മ വേണം. ആ ക്വാഡ്രൻസിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗിൾ, ഇപ്പോൾ 3 o'clock പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ആംഗിൾ 0, 12 o'clock പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ആംഗിൾ 90. അപ്പോൾ ആ ഒരു രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരുവാണ് കറക്റ്റ് സെൻറ്ററാണ് 45 ഡിഗ്രി. ഇപ്പോൾ സ്റ്റാർട്ട് ആംഗിൾ. രണ്ടാമത്തേത് സ്വീപ്പ് ആംഗിൾ. എങ്ങോട്ടാണ് അത് സ്വീപ്പ് ചെയ്ത് കിടക്കുന്നത്, വരയപ്പെടുന്നത്, എന്തുമാത്രം. സ്റ്റാർട്ട് ആംഗിൾ 0യും സ്വീപ്പ് ആംഗിൾ 180 ആണെങ്കിൽ 3 o'clock പൊസിഷൻ മുതൽ 9 എന്ന് പറയുന്ന നമ്മുടെ ക്ലോക്കിൻ്റെ പൊസിഷൻ വരെ ഫുൾ ഒരു സെമി സർക്കിൾ പോലെ ഫുള്ള് ആർക്ക് വരും. 180 ഡിഗ്രിയാണ് അത് സ്വീപ്പ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ആംഗിൾ 0യിലാണ് 3 o'clock പൊസിഷൻ, പക്ഷെ 180 സ്വീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ 9 എന്ന് പറയുന്ന ആ ക്ലോക്കിൻ്റെ പൊസിഷൻ വരെ 3 മുതൽ 9 വരെ 180 ഡിഗ്രി സ്വീപ്പ് ചെയ്യും. സ്റ്റാർട്ട് ആംഗിൾ 0യും സ്വീപ്പ് ആംഗിൾ 90 ആണെങ്കിൽ 90 ഡിഗ്രിയെ സ്വീപ്പ് ചെയ്യത്തുള്ളൂ. അതായത് 3 o'clock പൊസിഷൻ മുതൽ 12 o'clock പൊസിഷൻ വരെ ആയിരിക്കും അതിൻ്റെ സ്വീപ്പിങ്. ഈ സ്വീപ്പ് ആംഗിൾ മൈനസ് ആണെങ്കിൽ അത് അടിയിലേക്ക് വരും, നേരെ പുറകോട്ട് ക്ലോക്ക് വൈസിൽ പോകും. പോസിറ്റീവ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും സ്വീപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 6 വാല്യൂസാണ് ആർക്ക് വരയ്ക്കാനുള്ളത്. അത് നിങ്ങൾ വരച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. അപ്പോൾ 6 വാല്യൂസ്. ആദ്യത്തെ 2 സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ്, പിന്നത്തെ വിഡ്ത്തും, പിന്നെ ഹൈറ്റ്, പിന്നെ സ്റ്റാർട്ട് ആംഗിൾ, പിന്നെ സ്വീപ്പ് ആംഗിൾ. നമ്മൾ ഒരു ഹ്യൂമൻ ഫേസ് വരയ്ക്കാനുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങളത് വരച്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ അതിൻ്റെ വാല്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കി കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിലവിൽ നമ്മൾ കണ്ടത് ഒരു അപ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ ഓരോ ഗ്രാഫിക്കൽ മെത്തേഡ്സുമാണ് നമ്മൾ